ഞാൻ പറഞ്ഞത് ഓർമ്മണ്ടല്ലോ, ദേ ഇവരെ തീർക്കണം. ഓക്കെ മേഡം. നയന അജ്മലിൻ്റെയും ആയിഷയുടെയും ഫോട്ടോ ഗുണ്ടകൾക്ക് കൊടുത്ത ശേഷം ക്യാഷും കൊടുത്ത് അപ്പോൾ പറഞ്ഞതുപോലെ ശരി മേഡം. അപ്പോൾ കാശി, ദേ നിന്റെ കൂട്ടുകാരൻ അജ്മൽ ഇതോടെ തീർക്കും എല്ലാവരെയും. നിന്നിൽ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. നിന്നെ ഞാൻ മാത്രം സ്നേഹിച്ചാൽ മതി, ഞാൻ മാത്രം. നയനൊരു ഭ്രാന്തിയെ പോലെ പറഞ്ഞു. ആയിഷ വാ പോവാം. ഒരു മിനിറ്റേ. അപ്പോഴേക്കും അജ്മലിൻ്റെ ഫോൺ അടിച്ചു. കാശിയായിരുന്നു. ആ കാശി, ഓക്കെ ഞങ്ങളിറങ്ങി. അജ്മലിക്ക. അജ്മൽ ഫോൺ വിളിക്കുന്നതിൻ്റെ ഇടയിലാണ് ആയിഷയുടെ വിളി കേട്ടത്. അജ്മൽ തിരിഞ്ഞു നോക്കിയതും കണ്ടു ചോരയിൽ പുളഞ്ഞു കിടക്കുന്ന തൻ്റെ ആയിഷയെ. ആയിഷ. അജു എന്താടാ? അജു. മറുവശത്ത് കാശി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഡാ വിജയ്, അജുവിനും ആയിഷയ്ക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്, വാ നമുക്ക് പോവാം. അജ്മൽ ദേഷ്യം തീരുന്നത് വരെ ഗുണ്ടകളെ ഇടിച്ച് അവശയാക്കി. അജുക്ക എനിക്ക് വേദനിക്കുന്നു. ആയിഷ. അല്ലാ എൻ്റെ ആയിഷ. ഗുണ്ടകളിൽ ഒരുവൻ എണീറ്റ് അജ്മലിൻ്റെ തലയ്ക്ക് കമ്പിപ്പാര കൊണ്ട് അടിക്കാൻ നിന്നതും ആ ഗുണ്ട താഴേക്ക് തെറിച്ചു വീണതും ഒപ്പമായിരുന്നു. അജ്മൽ നോക്കിയപ്പോൾ രൗദ്രഭാവത്തോടെ ആ ഗുണ്ടയെ നോക്കി ദഹിപ്പിക്കുന്ന കാശിനെയാണ് കണ്ടത്. അജ്മൽ ഗുണ്ടകളെ നോക്കിയപ്പോൾ കടപ്പുറത്ത് അട്ടിയിടിക്കുന്ന മീനുകളെ പോലെ പാതി ജീവന് വേണ്ടി പിടയുന്നതാണ് കണ്ടത്. ഐഷു. ഡാ എൻ്റെ ഐഷു, നീ പേടിക്കണ്ടടാ, ആയിഷയ്ക്കൊന്നും സംഭവിക്കില്ല. വിജയ്, നീ പോയി ആയിഷാൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക്. ആ, നീ ഇതെങ്ങോട്ടാണ്? എനിക്കൊരിടം വരെ പോകണം. ഓക്കെ. കാശി നയനയുടെ വീട്ടിലേക്കായിരുന്നു പോയിരുന്നത്. ഡി നയന, ഇറങ്ങി വാടി. ആ, ഇതാരി കാശിയോ? ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചു. ഇരിക്ക്. ഞാൻ നിന്റെ സൽക്കാരത്തിന് വന്നതൊന്നുമല്ല. നീ എന്തിനാ ആയിഷയെ ഗുണ്ടകളെ കൊണ്ട് കൊല്ലാൻ നോക്കിയത്? അതെനിക്ക് കൊല്ലണമെന്ന് തോന്നി. ബാക്കി പറയുന്നതിന് മുന്നേ നയന ഭൂമിദേവിയെ സ്പർശിച്ചിരുന്നു. കാശി, നീ എന്നെ? അതെടി, ഞാൻ തന്നെ. നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി കുറേ പേര് വന്നിട്ടുണ്ടാവും, പക്ഷെ ഞാൻ അവരിൽ പെട്ടവനല്ലടി. ആയിഷയ്ക്ക് വല്ലതും പറ്റിയ നീ പിന്നെ ഈ ലോകം കാണില്ല, ഓർത്തോ. ഇത് പറയുന്നത് കാശിനാഥാണ്. അതും പറഞ്ഞ് കാശി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കാശി നേരെ ആശുപത്രിയിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ചുമരിൽ ചാരിയിരിക്കുന്ന തൻ്റെ പ്രിയ സുഹൃത്തിനെ കണ്ടതും കാശിക്ക് നയനോട് ദേഷ്യം തോന്നി. ഡോക്ടർ, എൻ്റെ ഐശുവിന് എന്തെങ്കിലും പറ്റിയോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ആഴത്തിലുള്ള മുറിവൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ കാണാം. ഡോക്ടർ പോയതും അജ്മൽ ആയിഷയുടെ ഉമ്മയുടെ ഉപ്പായുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മ, ഉപ്പ, ഇങ്ങടെ മോള് ഐഷയെ എനിക്ക് തരൂ. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. അജ്മൽ പറഞ്ഞു കഴിഞ്ഞിട്ടും അവരൊന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ പുഞ്ചിരിയിൽ എല്ലാം അവർക്ക് സമ്മതമാണെന്ന് മനസ്സിലായി. താങ്ക്സ് ഉപ്പ. അവൻ നേരെ ഐഷയുടെ അടുത്തേക്ക് പോവാൻ നിന്നു. ഡാ നിക്ക്, ആദ്യം ഈ ഷർട്ട് മാറ്റ്, ഒന്ന് ഫ്രഷായി വാ. ഇങ്ങനെ ചെന്നാൽ അത് ഐഷയ്ക്ക് ഇൻഫെക്ഷൻ വരും. ആ ഓക്കേടാ, ഞാൻ ദേ ഇപ്പോൾ മാറ്റി വരാം. ഐഷ കണ്ണടച്ച് കിടക്കുവാണ് അവൻ ചെന്നപ്പോൾ. ഐഷ. ആ അജൂക്ക. ഐഷ എണീക്കാൻ ശ്രമിച്ചതും അവൾ വേദന കൊണ്ട് പിടഞ്ഞുപോയി. ഐഷു, വേണ്ടടാ, കിടന്നോ. അജുക്ക, അവരെന്തിനാ നമ്മുടെ? ആ മതി, അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഈ മരുന്ന് കഴിച്ചേ. അയ്യേ വേണ്ട അജൂക്ക, എനിക്ക് ഈ മരുന്ന് കാണുന്നതേ ഇഷ്ടമല്ല. വേദന മാറണ്ടേ? അപ്പോൾ മരുന്ന് കഴിക്കണ്ടേ? ദേ അജൂക്കയുടെ ഐഷു അല്ലേ, കഴിക്ക്. ഐഷയുടെ മുഖം കണ്ട് അജ്മലിന് ചിരി വന്നു. ഗുഡ്. ആ കാശി, വിജയ് വാ. മോളെ ഇപ്പം എങ്ങനെയുണ്ട്? കാശി ചോദിച്ചു. കുഴപ്പമില്ല കാശിയേട്ടാ. ഐഷയോടുള്ള അജ്മലിൻ്റെ സ്നേഹവും കരുതലും കണ്ടപ്പോൾ ഐഷയുടെ ഉമ്മാക്കും ഉപ്പാക്കും സന്തോഷമായി. കാശി, ഇതാരാടാ? നന്ദനയുടെ ഫോട്ടോ കണ്ട് വിജയും അജ്മലും ചോദിച്ചു. എൻ്റെ പെണ്ണ്. അപ്പോൾ നിനക്കും പ്രണയമുണ്ടോ? ഡാ ഒന്ന് പറഞ്ഞു താടാ. ആദ്യമായി നന്ദുവിനെ കണ്ടതു മുതൽ കാശി പറയാൻ തുടങ്ങി. ഞാൻ 10th പഠിക്കുന്ന കാലം എല്ലാവരും കൂടി ഒരു ടൂർ പോവാൻ തീരുമാനിച്ചു. എനിക്കും പോവാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അയാളുടെ റൂമിലേക്ക് കയറി. എൻ്റെ അമ്മയുടെ അച്ഛൻ അമ്മയ്ക്ക് കല്യാണ ഗിഫ്റ്റായി കൊടുത്തതാണ് മണിമംഗലം വീട്. ഞാൻ റൂമിൽ ചെന്നപ്പോൾ അയാൾ കുളിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അയാളുടെ പേഴ്സ് എടുത്തു. പേഴ്സ് തുറന്നതും അപ്പച്ചിയുടെയും മാമൻ്റെയും പിന്നെ എൻ്റെ പെണ്ണിൻ്റെയും ഫോട്ടോ കണ്ടു. അത് ഞാൻ എൻ്റെ ഫോണിൽ പകർത്തി. അച്ഛന് പെങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ അന്നായിരുന്നു അറിഞ്ഞിരുന്നത്. പിന്നീട് അമ്മയായിരുന്നു കാവ്യപ്പച്ചിയെക്കുറിച്ചും മേനോൻ മാമനെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ അങ്ങനെ എൻ്റെ പെണ്ണിനെ കണ്ടു. അവൾ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. ഞാൻ പഠിക്കുന്ന സ്കൂളിലാണ് അവളും പഠിക്കുന്നതെന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. പരസ്പരം അറിയാതെ ഞാൻ എൻ്റെ പെണ്ണിനെ പ്രണയിച്ചു. ഒരു ദിവസം ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു.
എല്ലാവരും മുറ്റത്ത് നിൽക്കുന്നത് കണ്ടതും എനിക്ക് ചെറിയ പേടി തോന്നി. അങ്ങനെ അവളെ കാണാൻ ഞാൻ പെൺവേഷം കെട്ടി. ആരാ? ഞാൻ നന്ദനയുടെ ഫ്രണ്ട്സ് വരുമെന്ന് പറഞ്ഞിരുന്നു. ഫ്രണ്ട്സാണോ? അല്ല, നന്ദു എവിടെ? അവൾ കിടക്കുന്നു. അയ്യോ, എന്തു പറ്റി? അപ്പോൾ അവളൊന്നും പറഞ്ഞില്ലേ? അവൾ വലിയ കുട്ടിയായിരിക്കുക. വലിയ കുട്ടിയോ? എവിടെ അവളുടെ റൂം? ദേ അവിടെയാ. ഞാൻ നന്ദുവിൻ്റെ റൂമിൽ പോയി. ബെഡിൽ കിടക്കുന്ന നന്ദുവിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. അവളുടെ അടുത്തിരുന്നു. ഫാനിൽ പാറിക്കളിക്കുന്ന അവളുടെ മുടിയിഴകൾ ചെവിയോരം മാടി ഒതുക്കിക്കൊണ്ട് ഞാൻ നന്ദുവിൻ്റെ നെറുകയിൽ തലോടി. അവളെ തന്നെ നോക്കിയിരുന്നു. എൻ്റെ കൈസ്പർശമറിഞ്ഞ നന്ദു കണ്ണുകൾ ചിമ്മി തുറന്നു. എണീറ്റിരുന്ന് എന്നെ ഒന്ന് നോക്കി. അവൾക്ക് പെട്ടെന്ന് എന്നെ മനസ്സിലായില്ല. ആരാ അത്? ഈശ്വര, ഞാനിപ്പോൾ എന്താ പറയുക? എൻ്റെ പേര് പറയണോ? വേണ്ട. കിട്ടി. മുഹമ്മദ്. അല്ല, സനൂപ്. ഓ, ആവശ്യത്തിനൊരു പേരും കിട്ടില്ല. ഹലോ, ആരാ? നന്ദന വീണ്ടും ചോദിച്ചപ്പോഴാണ് ഞാൻ സ്വബോധത്തിലേക്ക് വന്നത്. വൈശാലി. ഓ, അമ്മയുടെ പേരിൻ്റെ സെയിം നെയിം കിട്ടി. ഓ, വൈശാലി ചേച്ചി ആയിരുന്നോ എന്ന് പറഞ്ഞ് നന്ദു എന്നെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അന്നത്തെ ദിവസം ഞാൻ അവിടെ തന്നെ നിന്നു. ഈ പെണ്ണുങ്ങൾ എങ്ങനെയാവോ ഈ മുടി വളർത്തുന്നത്? കാശി ചൂടെടുത്തിട്ട് തലയിലുണ്ടായിരുന്ന വിഗ് ഊരി മാറ്റി ബെഡിലേക്ക് എറിഞ്ഞു. അപ്പോഴായിരുന്നു നന്ദന റൂമിലേക്ക് വന്നത്. ഭാഗ്യം കൊണ്ട് വാതിൽ അടച്ചിരുന്നു. വൈശാലി ചേച്ചി, വാതിൽ തുറക്ക്. ഈശ്വര, പെട്ടു. ദേ വരുന്നു നന്ദു. താഴെ കിടക്കുന്ന വിഗ് എടുത്ത് തലയിൽ എങ്ങനെയൊക്കെയോ ഇട്ടു. വൈശാലി ചേച്ചിയുടെ മുടി എന്താ ഇങ്ങനെ കിടക്കുന്നേ എന്ന് പറഞ്ഞ് നന്ദന എൻ്റെ മുടി ശരിയാക്കാൻ നോക്കി. വേണ്ട, ഞാൻ ശരിയാക്കാം. മോള് പോയി റെസ്റ്റ് എടുത്തോ. ഈ ടൈമിൽ ഇങ്ങനെ നടക്കാൻ പാടില്ല. പിന്നെയും അവിടെ നിൽക്കുന്ന നന്ദുവിനെ ഞാനൊന്ന് നോക്കി. പോണില്ലേ? അത് ചേച്ചി, എൻ്റെ കൂടെ കിടക്കുവോ? കിടക്കാനോ? മോളെ, അത് മോളൊറ്റയ്ക്ക് കിടന്നോ? അതെന്താ? ചേച്ചി ഇവിടെ വരുമ്പോൾ എൻ്റെ കൂടെയല്ലേ കിടക്കാറ്? ഇന്നെന്താ? ഈശ്വര, ഞാൻ എങ്ങനെ? ഞാൻ നോക്കുമ്പോൾ കരയുന്ന നന്ദുവിനെയാണ് കണ്ടത്. അത് കണ്ടതും എനിക്ക് വിഷമായി. ദേ മോളെ, ശരി, ഞാൻ കിടക്കാം. അത് കേട്ടതും നന്ദനയുടെ കുഞ്ഞുമുഖം വിടർന്നു. അന്നത്തെ ആ രാത്രി ഞാൻ നന്ദുവിൻ്റെ കൂടെ കിടന്നു. പിറ്റേന്ന് രാവിലെ നന്ദുവിനെ സരോജ എന്ന് പറഞ്ഞ താടക മഞ്ഞൾ തേച്ച് കുളിപ്പിച്ചു. നന്ദനയ്ക്ക് കിട്ടുന്ന ഡ്രസ്സും ഓർണമെൻറ്റ്സും സരോജ അവരുടെ മകൾക്കാണ് കൊടുത്തത്. അത് കണ്ട് എനിക്ക് ദേഷ്യം വന്നു. പിന്നെ അവിടെ ആളുകൾ ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല. നന്ദനയോട് യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്നും പോയി. അവളുടെ ഓരോ വളർച്ചയിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. വിജയും അജ്മലും കഥ കേട്ട് കാശിയെ നോക്കി. എന്തായാലും നന്ദുമോള് കുറച്ച് പാടുപെടും നിന്നോടൊപ്പം ജീവിക്കാൻ, അജ്മൽ പറഞ്ഞു. ഞാനാണ് വിജയിനെ എൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. കാശി പറഞ്ഞു തീർന്നതും നന്ദന കാശിയെ ഇറുകെ പുണർന്നു. എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് കാശിയേട്ടനായിരുന്നോ? നന്ദുവിനത് കേട്ടതും സന്തോഷമായി. അല്ല, അപ്പം എങ്ങനെയാ അമ്മയെയും അച്ഛനെയും കാശിയേട്ടൻ കണ്ടുപിടിച്ചത്? നന്ദന ചോദിച്ചു. അത് മോളെ ഞാൻ പറയാം. കാവ്യ പറഞ്ഞു തുടങ്ങി. അന്ന് ആക്സിഡൻറ്റ് ഞങ്ങൾക്ക് ഓർമ്മ നഷ്ടമായി. അങ്ങനെ ഇരിക്കെയാണ് കാശിമോൻ്റെ ഓഫീസിൽ നിന്നും ആശ്രമത്തിൽ ചികിത്സക്കായി വന്ന അനേകം പേർക്ക് കാശിമോൻ സഹായം നൽകിയത്. അന്ന് കാശിമോനും അവിടേക്ക് വന്നിരുന്നു. കാശിയെ കണ്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിലും കാശിമോന് ഞങ്ങൾ രണ്ടുപേരെയും മനസ്സിലായിരുന്നു. അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പച്ചി, മാമ, ഇവിടെ ഇങ്ങനെ? അപ്പോൾ അന്ന് ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചുപോയ? കാശിമോൻ പറയുന്നതൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. എന്നാൽ ആക്സിഡൻ്റ് എന്ന് കേട്ടപ്പോൾ എനിക്ക് തല പൊട്ടുന്നത് പോലെ തോന്നി. ആദ്യം എനിക്കാണ് ഓർമ്മ കിട്ടിയത്. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഏട്ടനും ഓർമ്മ കിട്ടി. കാശിയെ കണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. പിന്നെ കാശിമോന് എൻ്റെ ഏട്ടൻ്റെ മോനാണെന്ന് കേട്ടതും ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പച്ചി, നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാ ആക്സിഡൻറ്റ് സംഭവിച്ചത്? അത് മോനെ, ഏട്ടൻ്റെ അനിയത്തി സരോജയായിരുന്നു ഞങ്ങളെ. അല്ല, എൻ്റെ മോള് നന്ദൂട്ടി. മോളുതേ നന്ദുവിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അന്ന് കാശിമോൻ മോളുടെ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്കും ഏട്ടനും സന്തോഷമായി. മോനെ, മോളിപ്പോൾ എവിടെ? ആ വീട്ടിൽ തന്നെയാണോ? അല്ല, ബിനോയിൻ്റെ വീട്ടിലാണ്. നന്ദുവിൻ്റെ ഫ്രണ്ടാണ് ബിനോയ്. അങ്ങനെ കാശി മോൾ അവിടെ അനുഭവിച്ചതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. എൻ്റെ മോളെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷ മോൻ അവർക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഞങ്ങൾ മോളുടെയും പിറന്നാൾ ദിവസം ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാം കേട്ട നന്ദന കാവ്യയെയും മേനോനെയും ഇറുക്കെ കെട്ടിപ്പിടിച്ചു. ഏയ്, എൻ്റെ മോള് കരയല്ലേ. ഇന്ന് അച്ഛയുടെയും അമ്മയുടെയും കൂടെ കിടന്നോട്ടെ ഞാൻ? നന്ദു ചോദിച്ചതും നിറകണ്ണുകളോടെ രണ്ടുപേരും സമ്മതിച്ചു. ആദ്യം മോള് ഫ്രഷായിട്ട് വാ. വിജയ് കാശിയെ പുണർന്നു.
ഓ ഇത്രയും ദിവസം എന്തൊരു കലിപ്പായിരുന്നു. ആ ഞാൻ കലിപ്പ് കാണിക്കും. നീ കലിപ്പൻ ബോസാണല്ലോ. കാശി ഒരു മിനിറ്റ്, ഞാൻ ഒരാളെ കണ്ടിട്ട് ഇപ്പോൾ വരാം. ചെല്ല് ചെല്ല്. വിജയ് സാന്ദ്രയുടെ അടുത്തേക്കായിരുന്നു പോയിരുന്നത്. അവിടെ ചെന്നപ്പോൾ ബിനോയ്, ജോയൽ, അരുൺ, മീര അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. വിജയിനെ കണ്ടതും എല്ലാവരും മുഖം തിരിച്ചു. വേണ്ട വിജയ്, ഒന്നും പറയണ്ട. കാശി സാറിൻ്റെ ഫ്രണ്ടാണെന്ന് ഒരു സൂചന നീ തന്നോ? പോട്ടെ. ദേ, ഇവളോട് നിനക്കും ഇഷ്ടമുള്ളത് പറഞ്ഞോ? നീ സ്നേഹിക്കുന്നതിന് മുമ്പ് നിന്നെ ഇവൾ പ്രണയിച്ചിരുന്നു. അന്ന് നീ ഇവളോടൊരു കാര്യം പറഞ്ഞു. ഓരോ രാത്രിയും നിന്നെക്കുറിച്ചോർത്ത് ഇവൾ കരയാറുണ്ടായിരുന്നു. അരുണിന് വിജയനോട് ദേഷ്യം തോന്നിയപ്പോൾ. എടാ ഞാൻ. വേണ്ട വിജയ്, നിനക്കന്ന് ആക്സിഡൻ്റ് ആയി എന്നറിഞ്ഞപ്പോൾ എത്രമാത്രം ഇവൾ വിഷമിച്ചു. അന്ന് നിന്നെ വിളിച്ചു. പക്ഷെ നിന്റെ ഫോണിൽ നിന്ന് കേട്ടത് ഒരു പെണ്ണിൻ്റെ ശബ്ദമായിരുന്നു. എടാ അത് എൻ്റെ അനിയത്തിയായിരുന്നു. അനിയത്തിയോ? ആ, നിനക്കല്ലേ അനിയത്തി ഇല്ലെന്ന് പറഞ്ഞത്? അത് എനിക്കില്ലെന്നല്ലേ പറഞ്ഞേ? എൻ്റെ അമ്മാവൻ്റെ മോള് എനിക്ക് പെങ്ങളാണല്ലോ. ഓ അങ്ങനെ. എടാ അന്ന് വിളിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ അമ്മാവന് പെട്ടെന്ന് വയ്യാതെയായി. ഞാനങ്ങനെ തിരക്കിൽപ്പെട്ടു. സാന്ദ്ര സോറി. നിന്നോട് പറയണമെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. കാശി ആദ്യം നന്ദനയോട് ഇഷ്ടം തുറന്നു പറയട്ടെ എന്ന് വിചാരിച്ചു. നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി. ഏയ് വിച്ചുവേട്ട വേണ്ട, സോറി ഒന്നും പറയണ്ട. അപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോൾ വിച്ചുവേട്ടൻ എന്നോട് ഇഷ്ടം പറഞ്ഞല്ലോ. ആ അപ്പോൾ നിങ്ങൾ സെറ്റായി അല്ലേ? ആ സെറ്റായി. അരുൺ പോവാൻ നിന്നതും വിജയ് അരുണിനെ കോളർ പിടിച്ച് കെട്ടിപ്പിടിച്ചു. ആ അവൻ മാത്രം മതിയോ എന്ന് പറഞ്ഞ് ജോയലും ബിനയും ഇടയിൽ കയറി ഇറുകെ കെട്ടിപ്പിടിച്ചു. അവരുടെ സന്തോഷം കണ്ട് മീരയും സാന്ദ്രയും നിറഞ്ഞ പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നു.